ഹലോ, എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? മറ്റൊരാളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ ഒരു കാര്യത്തിന് യെസ് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ നോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള ആ ഒരു കഴിവിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. ഈയൊരു ചോദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം എത്ര തവണ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും ആവശ്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഒരു ശീലത്തെ എങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ യെസ് എന്ന കെണിയിൽ ഇത്ര എളുപ്പത്തിൽ വീണുപോകുന്നത്? പലപ്പോഴും മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുള്ളൊരു സോഷ്യൽ പ്രഷറില്ലേ, അതാണിതിന്റെ പിന്നിൽ. നമ്മുടെ ഉദ്ദേശം എപ്പോഴും നല്ലതായിരിക്കും അല്ലേ? ഒരു നല്ല ഫ്രണ്ടാവുക, എല്ലാവരുമായി സഹകരിക്കുക, ആരെയും നിരാശപ്പെടുത്താതിരിക്കുക, ഇതൊക്കെ നല്ല കാര്യങ്ങളാ. പക്ഷേ ഈയൊരു നല്ല ശീലത്തിന് നമ്മൾ അറിയാതെ തന്നെ ഒരു വില കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ചില കാര്യങ്ങളെയാണ് ഇല്ലാതാക്കുന്നത്. നമ്മുടെ സമയം, നമ്മുടെ എനർജി, നമ്മുടെ ശ്രദ്ധ, ഇതൊക്കെയാണ് പതുക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ യെസ്സിനും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു വില എന്താണ്? നമുക്ക് ശരിക്കും എന്താണ് നഷ്ടപ്പെടുന്നത്? വാ, നമുക്കൊന്ന് ഡീപ്പായിട്ട് നോക്കാം. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ആവശ്യമില്ലാതെ പറയുന്ന ഓരോ യെസ്സും നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ചില കാര്യങ്ങളോട് പറയുന്ന ഒരു നോ ആണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളോട്, നിങ്ങളുടെ വിശ്രമത്തോടും, നിങ്ങളുടെ സ്വന്തം വളർച്ചയോടും, ഇതിനോടൊക്കെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നോ പറയുന്നത്. ഈ ഒരു വാചകം ഒന്നുകൂടി കേട്ടുനോക്കൂ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തകർക്കുകയാണ്. ഇത് വെറുമൊരു വിട്ടുവീഴ്ചയല്ല, മറിച്ച് കാലം കഴിയും തോറും നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ശീലമായി മാറുകയാണ്. ശരി, അപ്പൊ എന്തുകൊണ്ടാണ് നോ എന്ന് പറയാൻ നമുക്കിത്ര പേടി? നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആ പേടികൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ഈ പേടികളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കും നല്ല പരിചയമുണ്ടാവും. മറ്റുള്ളവരെ വിഷമിപ്പിക്കുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അവർ നമ്മളെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള പേടി, അതുമല്ലെങ്കിൽ ഏതെങ്കിലും അവസരം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. ഇതൊക്കെയാണ് നമ്മളെക്കൊണ്ട് യെസ് പറയിപ്പിക്കുന്നത്. ഒന്ന് ഓർക്കുക, ഇങ്ങനെ പേടിക്കുന്നത് വളരെ നോർമലായ കാര്യമാണ്. അപ്പോ ഇതിനെന്താണ് ഒരു പരിഹാരം? ഉത്തരം ഇതാണ്: ബൗണ്ടറികൾ അല്ലെങ്കിൽ അതിരുകൾ സെറ്റ് ചെയ്യുക. ഇതിനെ സ്വാർത്ഥതയായി കാണരുത്. ഇതൊരു തരം സെൽഫ് പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ സുരക്ഷയാണ്. അതുകൊണ്ട് ഈ ബൗണ്ടറികൾ സെറ്റ് ചെയ്യുന്നതിനെ നമുക്ക് പുതിയൊരു രീതിയിൽ കാണാം. ഇത് സ്വാർത്ഥതയല്ല, സ്വയം സംരക്ഷിക്കലാണ്. കാരണം നിങ്ങളുടെ സമയവും എനർജിയും വളരെ വിലപ്പെട്ടതാണ്. അത് വളരെ സ്മാർട്ടായി ഉപയോഗിക്കണം. ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബൗണ്ടറികൾ വെച്ച് നോ പറയാൻ പഠിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന യെസ്സിന് വാല്യൂ കൂടും. കാരണം അപ്പോൾ അതൊരു നിർബന്ധത്തിന് വഴങ്ങിയുള്ള പറച്ചിലല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. നോ എന്ന് പറയാൻ വലിയ വിശദീകരണങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള മറുപടിയാണ് ഏറ്റവും നല്ലത്. അത് കാര്യങ്ങൾ ഒരുപാട് എളുപ്പമാക്കും. ഇപ്പോൾ ദാ നോക്കിക്കേ, എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതെന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ അല്ലേ? അത് സത്യസന്ധവുമാണ്, എന്നാൽ ആരെയും വേദനിപ്പിക്കുന്നുമില്ല. ഇങ്ങനെ വ്യക്തമായ ബൗണ്ടറികൾ വെക്കുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം കൂട്ടുകയുള്ളൂ. ഇനി നമുക്കിതിന്റെ ഏറ്റവും നല്ല ഭാഗത്തേക്ക് വരാം. അതായത് ഈ ബൗണ്ടറികൾ സെറ്റ് ചെയ്ത് ജീവിതത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെ അടിപൊളി മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. തീർച്ചയായും തുടക്കത്തിൽ നോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടും ചിലപ്പോൾ കുറച്ച് ഗിൽട്ടുമൊക്കെ തോന്നിയേക്കാം. അത് വളരെ നോർമലാണ്. പക്ഷെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ യഥാർത്ഥ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടും, സ്ട്രെസ് കുറയും, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൂടുതൽ ക്ലിയർ ആവും. ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം തോന്നിത്തുടങ്ങും. ജീവിതത്തിന്റെ കൺട്രോൾ പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാവും. ഒരു കാര്യം എപ്പോഴും ഓർക്കണം: വെറുതെ യെസ് മാത്രം പറഞ്ഞ് നിലനിർത്തുന്ന ബന്ധങ്ങൾ ഒരുപക്ഷെ പൊള്ളയായിരിക്കും. അതിനുള്ളിൽ പറയാത്ത ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകാം. എന്നാൽ സത്യസന്ധതയുടെ പുറത്ത് കെട്ടിപ്പടുക്കുന്ന ബന്ധങ്ങളില്ലേ, അവിടെ നോ എന്ന് പറയുന്നത് പോലും ഒരുതരം ബഹുമാനമാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നിങ്ങൾ ധൈര്യത്തോടെ പറയുന്ന ഓരോ നോയും നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ യെസ് ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിനു വേണ്ടി ഒരു വലിയ യെസ് നൽകാനായി നിങ്ങൾ ആദ്യം പറയാൻ പോകുന്ന നോ എന്തായിരിക്കും?